രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ തയ്യാറാക്കിയ തന്ത്രങ്ങൾ, അതിന്റെ അടിവേരുകൾ തുർക്കിയിൽ നിന്നാണെന്ന് കഴിഞ്ഞ ദിവസമേ വ്യക്തമായതാണ്. എന്നാൽ തുർക്കി ഈ വാർത്ത വന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ സാവധാനം ഒരു പ്രസ്താവന ഇറക്കലാണ് പതിവ്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാദം വന്നതിന് തൊട്ടു പിന്നാലെ അടുത്ത നിമിഷം തന്നെ തുർക്കി അതിനെ ഇല്ല, ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഇതിലില്ല, ഇത് വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്നു. എന്നാൽ തുർക്കിയുടെ ആ വ്യാജ വാർത്തയാണ് എന്ന ന്യായീകരണം അപ്പാടെ വിശ്വസിച്ച് വിഴുങ്ങാൻ ഇന്ത്യ തയ്യാറല്ല. കാരണം തെളിവുകൾ അങ്ങനെയല്ല പറയുന്നത്. രാജ്യത്തെ ഉലച്ച ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്ന് നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായി വ്യക്തമാകുമ്പോൾ പാക് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാത്ത് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചത്. തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജേഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ച് സ്ഫോടനം നടത്തി. ഡോക്ടർമാർ ഉമർ നബിയാണ് എന്ന് സ്ഥിരീകരിച്ചു. പൊട്ടിത്തെറിച്ച കാറിലെ ശരീര അവശിഷ്ടങ്ങളും ഉമറിന്റെ അമ്മയുടെ DNA സാമ്പിളുകളും പരിശോധിച്ചതിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത്. അതിനിടെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഭീകരവാദം വളർത്താൻ ഇടപെടുന്നു എന്ന വാർത്ത തുർക്കി നിഷേധിക്കുകയും ചെയ്തു. പൂർണ്ണമായും തെറ്റാണ് എന്നും വസ്തുതാവിരുദ്ധമാണെന്നും തുർക്കി കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫർമേഷൻ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഇതിനു വിരുദ്ധമായാണ് കിട്ടിയ തെളിവുകൾ. ഡോക്ടർ ഉമർ നബിയും പിടിയിലായ ഡോക്ടർ അബീൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്നിവർ തുർക്കി സന്ദർശിച്ചിരുന്നു. 2002 മാർച്ചിൽ അങ്കാറയിലെത്തിയ ഉമറും ഷക്കീലും 2 ആഴ്ചയോളമാണ് തുർക്കിയിൽ താമസിച്ചത്. ഉക്കാസയുമായി ആദ്യഘട്ടത്തിൽ ടെലിഗ്രാമിലായിരുന്നു ബന്ധപ്പെട്ടതെങ്കിലും പിന്നീട് സെക്ഷൻ സിഗ്നൽ അതുപോലെ തന്നെ ആപ്പുകളിലേക്ക് മാറുകയായിരുന്നു. സ്ഫോടനം നടത്താൻ ഉക്കാസയിൽ പദ്ധതിയിട്ട ഉമർ നബി അടക്കമുള്ളവരുടെ നടപ്പാക്കലായിരുന്നു അറസ്റ്റിലായ ഡോക്ടർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചത്. സ്വിസ് ആപ്പായ ത്രിമയാണെന്ന് കണ്ടെത്തിയത് ഇതോടെ തുർക്കി സഹായം വ്യക്തമായി. ഈ സാഹചര്യത്തിൽ കണ്ടെത്തലുകൾ തുർക്കിയെ ഇന്ത്യ അറിയിക്കുകയും ഉക്കാസയെ കണ്ടെത്താൻ സഹായം തേടും. പാകിസ്ഥാൻ ബന്ധം ഉക്കാസയ്ക്ക് ഉണ്ടെന്നാണ് നിഗമനം. ഇന്ത്യയുടെ അന്വേഷണത്തെ അമേരിക്ക അടക്കം കൈയടിച്ചു കഴിഞ്ഞു എന്നതും വ്യക്തം. കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഭീകര നെറ്റ്വർക്ക് ഇന്ത്യ കണ്ടെത്തിയതാണ് ഇതിന് കാരണം. ഈ അന്വേഷണം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കുറ്റത്തിന് ജമ്മു കശ്മീർ സർക്കാർ 2 വർഷം മുൻപ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഡോക്ടർ നിസാർ ഉൽ അഹസാൻ ഇന്ത്യയിലെ വൈറ്റ് കോളർ ഭീകരതയുടെ സംഘത്തലവൻ കൂടിയാണ്. ഇവർക്ക് നേതൃത്വം നൽകിയ അൽ ഖലാ സർവകലാശാലയിൽ അധ്യാപകനായി ചേർന്ന ഇയാളെ നിലവിൽ കാണാനില്ല എന്നതാണ് വാസ്തവം. രാജ്യവ്യാപകമായി ഭീകര ശൃംഖലകളുടെ സാന്നിധ്യം വെളിവാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ അൽഫല യൂണിവേഴ്സിറ്റിയുടെ റൂം 13-ൽ തുർക്കിയിലെ ഉക്കാസ തുടങ്ങിയ പേരുകളുമായി ബന്ധപ്പെട്ട 10 പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഈ വിവരങ്ങൾ സ്ഫോടനത്തിന്റെ പിന്നാലെ ആസൂത്രണത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളുടെ കണ്ണികൾ വച്ച ശൃംഖല പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്ന പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. റൂം 13 എന്നത് ഭീകര സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു കേന്ദ്രമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്നാൽ തുർക്കിയിലെ ഉക്കാസ എന്ന പേര് സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയോ സംഘടനയോ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് സൈന്യം. ഈ പുതിയ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഒരു വഴിത്തിരിവാകുകയും ചെയ്യും. സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ വരിക ചെയ്യുമെന്നും, അതായത് നിയമത്തിന് മുന്നിൽ തന്നെ അവരെ കൊണ്ടുവരും, നിർണായകമായ ചുവടുവയ്പായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. മാത്രമല്ല, പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഭീകരന്റെ വീട് പൂർണ്ണമായും സുരക്ഷാ സേന തകർത്തിരിക്കുകയാണ് എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇത് ആദ്യ അടിയാണ്. കാരണം
സ്ഫോടനം നടത്താനായി തുനിഞ്ഞിറങ്ങിയവർക്കുള്ള ആദ്യ അടിയാണ് ഇതെന്നത് വ്യക്തമാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിയ ചെങ്കോട്ട സ്ഫോടനം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. സ്ഫോടനത്തിന് ശേഷം നടന്ന തീവ്രമായ തിരച്ചിലുകളും ചോദ്യം ചെയ്യലുകളും വഴിയാണ് ഈ 10 നിർണായക വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ കണ്ടെത്തലുകൾ ഒരു വലിയ മുന്നേറ്റം തന്നെയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര ബന്ധങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിന് ഈ വിവരങ്ങൾ സഹായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ, തുടർ നടപടികളും പ്രതീക്ഷിക്കുന്നു. അന്വേഷണ വൃത്തങ്ങൾ ഇത് കൃത്യമായി അറിയിക്കുന്നുമുണ്ട്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഈ വിവരങ്ങൾ നിർണായകമായ ഒരു ചുവടുവയ്പായി മാറുമെന്ന് പൊതുവെയുള്ള വിലയിരുത്തൽ. ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്ന വൈറ്റ് കോളർ സംഘത്തെ പിടികൂടിയതിന് പിന്നിൽ ശ്രീനഗർ SIP ഡോക്ടർ GV സുന്ദീപ ചക്രവർത്തിയുടെ ജാഗ്രതയാണെന്നും വ്യക്തമായി. ശ്രീനഗറിന് സമീപം ഹൗഗാം ബൺബോറയിൽ കഴിഞ്ഞ മാസം 19-ന് ഭീകര സംഘടനയായി ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്ററുകൾ കണ്ടെത്തിയതോടുകൂടിയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. പോസ്റ്റർ പതിച്ച 3 പേരെ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഷോപ്പിയാൻ സ്വദേശി മൗലവി ഇർഫാൻ അഹമ്മദിന്റെ പേര് പുറത്തു വന്നത്. ഇൻഫാറിന്റെ ഷോബിയാനിലെ ഈ നൗഗാമിലെയും വീടുകൾ ഉടൻ പരിശോധിച്ചു. അതിർത്തിക്കപ്പുറത്തെ സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയതിന്റെ ഉൾപ്പെടെ തെളിവുകൾ ലഭിച്ചു. ഇതിന് പിന്നാലെ മുസമിൽ അഹമ്മദ് ഗാനയിലേക്ക് അന്വേഷണവും എത്തി. ഇതിന് പിന്നാലെയാണ് സ്ഫോടന വസ്തുക്കൾ പിടികൂടുന്നതും കൂട്ടത്തിലുള്ള ആളുകൾ പൂർണ്ണമായും അറസ്റ്റിലാവുകയും ചെയ്യുന്നതും. ആന്ധ്രാപ്രദേശിലെ കർണൂർ സ്വദേശിയായ സുന്ദീപ് 2010-ലാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. കുറച്ചു നാളുകൾ ഡോക്ടറായി ജോലി ചെയ്ത ശേഷം 2014-ൽ IPS നേടി. ഈ വർഷം ഏപ്രിലാണ് ശ്രീനഗർ SIP ആയിട്ട് എത്തിയത്. എന്തായാലും രാജ്യം നടുങ്ങിയ ഈ ഒരു ആക്രമണത്തിന് പിന്നിലെ ഓരോ വ്യക്തിയെയും ഇന്ത്യ പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പാണ്. ഇന്ത്യ ഇപ്പോൾ അതിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെങ്കോട്ടയിൽ ഇതിനു മുൻപ് കർഷക സമരം എന്ന പേരിൽ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ കൊടി നാട്ടാൻ പോയ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ആ സംഭവം അതൊരു കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു. അന്ന് മുതലേ ഭീകരർ ഈ ചെങ്കോട്ടയ്ക്ക് നേരെ വലിയൊരു ആസൂത്രണ പദ്ധതി ഇട്ടിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റാനും ഇന്ത്യയെ തീർക്കാനും ഇന്ത്യയെ തകർക്കാനും എവിടെയോ ഇരുന്ന് കുറെ എണ്ണം കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പലവട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ തീർത്തു. 9ഓളം ഭീകര ക്യാമ്പുകൾ തീർത്തു. നൂർഖാൻ എയർബേസ്, VVIPകൾ വന്നു പോകുന്ന നൂർഖാൻ എയർബേസ് മൊത്തത്തിൽ തീർത്ത് കളഞ്ഞു. മാത്രമല്ല പാക്കിന്റെ ഹൃദയമായ കിരാന ഹിൽസിൽ സൂക്ഷിച്ചിരിക്കുന്ന അണുവായുധത്തിന് മുന്നിൽ ബ്രഹ്മോസ് മിസൈൽ വരെ പതിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ അത്യാഡംബര മിസൈലുകളോ വില കൂടിയ മിസൈലുകളോ ഒന്നും നമുക്ക് ആവശ്യം വന്നില്ല. പാക്കിന്റെ എല്ലാ ഭീകര കേന്ദ്രങ്ങളിലേക്കും ഒരു സെക്കൻഡ് കൊണ്ട് പാഞ്ഞെത്താൻ നമ്മുടെ ബ്രഹ്മോസ് മതിയായിരുന്നു. ബ്രഹ്മോസും നമ്മുടെ സൈന്യവും ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ ഈ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ഭയന്ന് വിറയ്ക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സേനയ്ക്കും നമ്മുടെ ഉദ്യോഗസ്ഥർക്കും എല്ലാം ഈ ഭീകരരെ വളയാനും വലിയ അപകടത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാതെ അല്ലെങ്കിൽ രാജ്യത്തെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവിടണം എന്ന് തീരുമാനിച്ച ഭീകരരെ മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കണ്ണികളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുർക്കിക്കും പാകിസ്ഥാനും ഇന്ത്യ ഇതിനു മുൻപും മുന്നറിയിപ്പ് കൊടുത്തതാണ്, അന്ന് കേട്ടില്ല. വീണ്ടും ഇന്ത്യ മുന്നറിയിപ്പല്ല തുർക്കിയോട് പറയുന്നത്. തുർക്കി 4 സൈഡും തുർക്കിയുടെ ശത്രുക്കൾക്ക് ഇന്ത്യ ആകാശ് മിസൈൽ, ബ്രഹ്മോസ് മിസൈൽ അടക്കം നൽകിയിട്ടുണ്ട്. ഈ 4 ഭാഗത്തു നിന്നും തുർക്കിക്ക് കിട്ടാൻ പോകുന്ന അടി എങ്ങനെയായിരിക്കും? ഇപ്പോ പാകിസ്ഥാന് താലിബാനിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് പാകിസ്ഥാൻ നന്നായിട്ടറിയാം. ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. അതേ അവസ്ഥയിലേക്ക് തുർക്കിയും പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ത്യ തൊട്ടവന്മാരുടെ തല ഇന്ത്യ എടുക്കും, അത് ഉറപ്പാണ്.